ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എട്ടരയോഗം പോറ്റിമാരുടെ കുടുംബത്തിലെ നിലവിലെ ക്ഷേത്രസ്ഥാനി നീതശ്ശേരി മനോജ് യോഗ ആചാര്യൻ എന്ന നിലയിലും സമൂഹത്തിന് സേവനം നൽകുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എട്ടരയോഗം പോറ്റിമാരുടെ കുടുംബത്തിലെ നിലവിലെ ക്ഷേത്രസ്ഥാനി നെയ്തശ്ശേരി മനോജ് യോഗാചാര്യൻ എന്ന നിലയിലും സമൂഹത്തിന് സേവനം നൽകുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുൻകാല നടത്തിപ്പുകാർ അഥവാ ഊരായ്മക്കാർ എന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് എട്ടരയോഗം പോറ്റിമാർക്കുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി വാഴപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന നെയ്തശ്ശേരി മഠം എട്ടരയോഗം പോറ്റിമാരുടേതാണ്. നിലവിൽ എട്ടരയോഗം പോറ്റിമാർക്ക് ക്ഷേത്ര നടത്തിപ്പിൽ പങ്കില്ല എങ്കിലും ക്ഷേത്രസ്ഥാനിയാണ് ഇപ്പോഴും ഇവർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആധ്യാത്മിക കാര്യങ്ങൾക്കുള്ള നേതൃത്വം നൽകുന്നതും എട്ടരയോഗം പോറ്റിമാരാണ്. നെയ്തശ്ശേരി മഠത്തിലെ മൂത്ത പുരുഷപ്രജയാണ് NR മനോജ് എന്ന ഇപ്പോഴത്തെ ക്ഷേത്രസ്ഥാനി. 30 വർഷമായി യോഗ ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന ആളാണ് നെയ്തശ്ശേരി മനോജ്. ശ്രീ രവിശങ്കറിന്റെ ശിഷ്യനായ മനോജ് 25 വർഷങ്ങളായി യോഗ ആചാര്യനായി പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു ശരീരം ഹെൽത്തി ആയിരിക്കണം, മനസ്സെങ്ങനെയുള്ളതായിരിക്കണം, ശാന്തവും സ്വസ്ഥവും ക്ലാരിറ്റിയുമുള്ളൊരു മനസ്സായിരിക്കണം, നല്ല സ്നേഹം നിറഞ്ഞൊരു മനസ്സായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് യോഗയിൽ കൂടെ നേടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഒരു 5000-6000 വർഷമായിട്ട് പതഞ്ജലി മഹർഷി ഈ 8 മാർഗങ്ങൾ, അഷ്ടാംഗങ്ങൾ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്നിരിക്കുന്ന കാലം തൊട്ട് സെഞ്ച്വറീസ് ആയിട്ട് ഇത് ആളുകൾ പ്രാക്ടീസ് ചെയ്തു വരുന്നതിൻ്റെ കാരണം അതാണ്. 40ഓളം ശിഷ്യന്മാർ ഇദ്ദേഹത്തിന്റെ കീഴിൽ യോഗ അഭ്യസിക്കുന്നുമുണ്ട്. ക്ഷേത്രാരാധന രീതിയിൽ പോലും യോഗ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നൂറ്റാണ്ടുകൾ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം തന്നെ യോഗനിദ്രയിലുള്ളതാണെന്നും മനോജ് അഭിപ്രായപ്പെടുന്നു. നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നത് ശ്രീ പത്മനാഭൻ അനന്തശായിയായി യോഗനിദ്രയിൽ കിടക്കുന്നതാണ്. യോഗനിദ്ര എന്ന് പറയുന്നത് യോഗാസന ശീലങ്ങളിലെ ഒരു ഭാഗമാണ്. 5 ഇന്ദ്രിയങ്ങളെയും ഉൾവലിച്ച് എന്നാൽ ഉറങ്ങാതെ പൂർണ്ണ ബോധത്തോടുകൂടി കിടക്കുന്ന അവസ്ഥയാണ് ശ്രീ പത്മനാഭസ്വാമി കിടക്കുന്ന യോഗനിദ്ര. മാനസിക, ശാരീരിക, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് യോഗ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.